ഇങ്ങനെ അവസരം ദൈവം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ ആദ്യമായിട്ട് സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. I first of all want to thank God and praise Him for giving me such an opportunity. നമ്മുടെ ഈ കോൺഫറൻസിന്റെ തീം പോലെ തന്നെ നമ്മളെല്ലാവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരു മണവാട്ടിയായിട്ട് തീരാനുള്ള ഒരുക്കത്തിലാണ് ആയിരിക്കുന്നത്. Just as the theme of the conference, we all in different parts of the world are being prepared into the bride of the Lord Jesus Christ. ഇവിടെ 2 Corinthians 11 2-3 വാക്യങ്ങളില് 2 Corinthians chapter 11 verse 2 and 3. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. For I am jealous for you with a godly jealousy, for I engaged you to one husband, so that to Christ I might present you as a pure virgin. But I am afraid that as the serpent deceived Eve by his craftiness, your minds will be led astray from the simplicity and purity of devotion to Christ. രണ്ടാമത്തെ വാക്യത്തില് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. In verse 2, Apostle Paul tells like this, that with a godly jealousy I have engaged you to one husband, so that to Christ I might present you as a pure virgin. മൂന്നാമത്തെ വാക്യത്തില് തന്റെ ഒരു ഭയത്തെ കുറിച്ചാണ് പറയുന്നത്. But in verse 3, Apostle Paul is telling about something which he feared. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. And he is afraid that just as the serpent deceived Eve by his craftiness, your minds will be led astray from the simplicity and purity of devotion to Christ. ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ നാം എല്ലാവരും ഇങ്ങനത്തെ ഒരു അപകടത്തെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. Spiritually speaking, we all are living in such a generation where we can face this danger. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിലെ 2 Timothy chapter 3, അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. the first verse tells like this, but realize this, that in the last days difficult times will come. ലിവിംഗ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്നുള്ളത് വിഷമകരമായ ഒരു കാലഘട്ടമായിരിക്കും അന്ത്യകാലഘട്ടം. In the Living Bible, it says like this, that it will be extremely difficult for you to live as a true Christian in the end days. നമ്മൾ ഇന്നത്തെ ക്രിസ്ത്യ ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. And when we look into the Christendom around us today, we can see it is very true about what it says over here. ക്രിസ്തുവിന്റെ മണവാട്ടി സഭകളെന്ന് അവകാശപ്പെടുന്ന എല്ലാ ആൾക്കാരോടുള്ള ബന്ധത്തിലും നമ്മൾ നോക്കുമ്പോൾ ഏകാഗ്രതയും നിർമ്മലയും വിട്ട ഒരു വലിയ കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. When we look into the groups who claim themselves as bride being prepared for Lord Jesus Christ, we can see a group of people who have left the simple and pure devotion to Christ. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കർത്താവിലേക്ക് വരുന്നവരെ ചുറ്റുപാടുകൾ പ്രതീക്ഷയോടെ നോക്കിയിട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയിലിരിക്കുന്ന ഒരു കാലഘട്ടമായത്. So those who are coming newly to the church, when they look around and see the reality and they are discouraged. That is the generation in which we are living now. തുടർന്ന് 2 തിമോഥെയോസ് 3:2 മുതലുള്ള വാക്യങ്ങളിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. And following in 2 Timothy chapter 3 verse 2 onwards, there are a lot of categories which is mentioned over there. ഇതിന്റെ 6 വരെയുള്ള വാക്യങ്ങളിൽ up to verse 6. നമ്മൾ ആ ഭാഗങ്ങള് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ ശോധന ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഈ ഏകാഗ്രത നിർമ്മലത നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. If we carefully look into those verses and then evaluate our own life in the light of those verses, we can find out whether we ourselves have lost the simple and pure devotion to Christ. ഒരു കന്യകയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലൻ പറയുമ്പം 1 Corinthians 7-ാം അധ്യായത്തില് in 1 Corinthians chapter 7, when Apostle Paul says this in reference to a virgin, അതിന്റെ 34-ാം വാക്യത്തില്
verse 34. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. The woman who is unmarried and the virgin is concerned about the things of the Lord, that she may be holy both in body and spirit. അവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. There are two things mentioned over there. She is concerned about the things of the Lord, that she may be holy both in body and in spirit. നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ കന്യകമാരായിരുന്നില്ല. When we think about ourselves, spiritually speaking, we were not virgins. നമ്മള് ശരിക്കും പറഞ്ഞാൽ സാത്താന്റെ കന്യകമാരെന്നുള്ള നിലയിലാണ് ജീവിച്ചത്. In one terms, we can say like this, that we were virgins, but under the bondage of Satan. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ, The book of Ephesians chapter 2, when Apostle Paul says about that, അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ verse 3, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരം ഇഷ്ടമായതുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. Among them, we too all formerly lived in the lust of our flesh, indulging the desires of the flesh and of the mind, and were by nature children of wrath, even as the rest. ഇവിടെ നമ്മൾ ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്? So one thing what we have to ask to ourselves is that how are we walking today? ഇവിടെ പറഞ്ഞിരിക്കുന്ന നാം മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു എന്നാണ്. It says here in verse 3, formerly we walked in the lust of our flesh. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നിർമ്മല കന്യയായിട്ട് ഏൽപ്പിക്കാനാണ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. And Apostle Paul told that I am burning with a godly jealousy that I have engaged you to as a virgin to Lord Jesus. മുമ്പേ നമ്മളൊരു വേശ്യയ്ക്ക് തുല്യരായിരുന്നു. Before we were equivalent to a prostitute. പക്ഷെ കർത്താവ് തന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. But Lord Jesus, he saved us by his blood. ദൈവത്തിന്റെ വചനത്താലും ആത്മാവിനാലും നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. By his word and by his spirit, he caused us to be born again. 2 Corinthians 5:17 പറയുന്ന പോലെ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു. As it says in 2 Corinthians chapter 7 verse 15, that he made us into a new creature. 5:17. Sorry, 5:17. Yeah. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. Therefore, if anyone is in Christ, he is a new creature. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പഴയ സൃഷ്ടിയായിരുന്നു. We all were an old creature. കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു. But the Lord caused us to be born again and made us into a new creature. അങ്ങനെ പുതിയ സൃഷ്ടിയായ ഒരാളുടെ ഉള്ളില് നമ്മള് ഇപ്പം 1 Corinthians 7 വായിച്ചതുപോലെ കർത്താവിനുള്ളത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. And to that person who has become a new creature, as we read now in 1 Corinthians chapter 7, he or she will think the things concerned of Lord Jesus only. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തില് 1 Peter chapter 2, അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ verse 11, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. Beloved, I urge you as aliens and strangers to abstain from fleshly lust which wage war against the soul. Keep your behavior excellent among the Gentiles, so that in the thing in which they slander you as evildoers, they may, because of your good deeds, as they observe them, glorify God in the day of visitation. എഫേസ്യരിൽ നമ്മൾ മുമ്പേ ജഡമോഹങ്ങളിൽ നടന്നെന്ന് വായിക്കുന്നെങ്കിൽ
In the book of Ephesians, as we read before, that we walked formerly in the desires of our flesh. ഇവിടെ നമ്മുടെ നല്ല നടപ്പുണ്ടായിരിക്കണമെന്ന് അപ്പോസ്തലൻ പറയുന്നത്. Here Apostle Peter says that we should have a good walk. അതെങ്ങനെയാണെന്നാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നിട്ടാണ്. And how we should walk this new walk, it says that we should abstain as aliens and strangers, to abstain from fleshly lust which wage war against the soul. ഇന്നും നമ്മുടെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വേശ്യാ സ്ത്രീക്ക് തുല്യനാണ്. If today also we are walking according to the desire of our flesh, then we are equivalent to a prostitute. കർത്താവ് അങ്ങനൊരു അവസ്ഥയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് വീണ്ടും ജനിപ്പിച്ച് പുതിയ സൃഷ്ടിയാക്കി കർത്താവിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിട്ടുണ്ട്. Once upon a time we were a prostitute, and from that position Lord Jesus Christ saved us, and by his blood, and has made us to be born again, and has put his spirit within us. റോമർ 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അതിന്റെ 13-ാം വാക്യത്തിൽ, in Romans chapter 8 verse 13, it clearly says like this. 12-13 ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. So then brethren, we are yes 12. So then brethren, we are under obligation not to flesh, to live according to the flesh. അപ്പം ഒരിക്കൽ നമ്മൾ ജഡത്തെ അനുസരിച്ച് നടന്നെങ്കിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിന് ശേഷം നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. For if you are living according to the flesh, you must die. ഇവിടെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത് നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് എന്താ പറയുന്നത്? In verse 12, Apostle Paul says that, for if we are walking according to the flesh. എന്നാൽ 13-ലേക്ക് വരുമ്പോൾ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ ജീവിക്കുന്നുവെങ്കിൽ. But verse 13 it says, if you walk according to the flesh. അതിന്റെ അർത്ഥം അപ്പോസ്തലൻ ജഡത്തെ അനുസരിച്ചല്ല നടക്കുന്നത്, ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. That means apostle is not walking according to the flesh, but by the spirit. നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ആത്മാവിൽ വീണ്ടും ജനിപ്പിച്ച ദൈവമക്കളാക്കിയതിന്റെ ഉദ്ദേശം, അങ്ങനെ വീണ്ടും ജനിപ്പിച്ച ഒരാളുടെ മേലെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നിട്ട് നമ്മളോട് പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. The purpose for which God has for a person who has been made born again is to walk according to the spirit. നമ്മൾ ഒരിക്കലും ജഡത്തെ അനുസരിച്ചാണ് നടന്നേ. Once we walked according to the flesh. എന്നാൽ ഇന്ന് നമ്മള് ജഡത്തെ അനുസരിച്ച് നടക്കരുത്, നമ്മളുടെ ഉള്ളിലാക്കിയ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് വേണം നമ്മൾ നടക്കാൻ. But today we should not walk according to the flesh, but we should walk according to the promptings of the spirit which has been put inside of us. 8-13 രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നു, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. In verse 13, the latter part says that, but if by the spirit you are putting to death the deeds of the body, you will live. തുടർന്ന് 14 പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. And further on, verse 14 says, for all who are being led by the Spirit of God, these are the sons of God. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ മരിക്കും. If you are walking according to the flesh, you will die. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമ്മൾ ജീവൻ അവകാശികളായി തീരും. If you walk according to the Spirit, we will inherit life. ഗലാത്യ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ In Galatians chapter 5, അവിടെ നമ്മൾ ഇതേ കാര്യം വീണ്ടും വായിക്കുന്നുണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ we read the same thing here in verse 16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. But I say, walk by the Spirit, and you will not carry out the desire of the flesh. 17-ാം വാക്യം, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. Verse 17, for the flesh sets its desire against the spirit, and the spirit against the flesh. നമ്മളെല്ലാം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ജഡത്തെ അനുസരിച്ച് നടക്കാനുള്ള ഒരു വെല്ലുവിളി. This is a great challenge or issue which we all face, to walk according to the flesh. നമ്മൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം. If we walk according to the flesh, we will die for sure.
ഒരു കാലത്ത് നമ്മൾ ആത്മാവിൽ മരിച്ചവരായിരുന്നു, ജഡത്തെ അനുസരിച്ച് നടന്ന്. Once upon a time, we were dead to the spirit, but we walked according to the flesh. പക്ഷെ അവിടുന്ന് നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിന് ഉദ്ദേശം ഇനിയും നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കരുത്. And the purpose why the Lord redeemed us from that dead state and has made us to be born again is that we should not live hereafter according to the desires of the flesh. റോമർ 14-ാം അധ്യായത്തില് In Romans chapter 14, ഇവിടെ നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. we read like this. 13-ന്റെ 14-ാമത്തെ വാക്യം. Chapter 13, verse 14. കർത്താവായ യേശുവിനെ ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. But put on the Lord Jesus Christ and make no provision for the flesh in regard to its lust. അതുപോലെ റോമർ 8-ന്റെ 6-ാമത്തെ വാക്യത്തിൽ In the same way, Romans chapter 8, verse 6. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. For the mind set on the flesh is death, but the mind set on the spirit is life and peace. ജഡമെന്ന് പറയുമ്പം എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം. When we say flesh, we can see what all is consisting of the flesh in 1 John chapter 2, 16-ാം വാക്യം. verse 16. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. For all that is in the world, the lust of the flesh and the lust of the eyes and the boastful pride of life is not from the Father, but is from the world. നമ്മളെങ്ങനെ ഈ ജഡത്തിൽ ഒരാൾ ജഡത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജഡത്തിൽ മനസ്സ് വെച്ചിരിക്കുക എന്നുള്ളതാണ്. So when we say a person is walking by the flesh, it means that he has set his mind on the flesh. റോമർ 7:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. In Romans chapter 5, verse 7:5. chapter 7, verse 5. ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നാം ജഡത്തിലായിരുന്നപ്പോൾ. We see like this, while we were in the flesh. അപ്പൊ അതിന്റെ അർത്ഥം ഇന്ന് നമ്മൾ ജഡത്തിലല്ല എന്നാണ്. That means today we are not in the flesh. ജഡത്തിലല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് ജഡത്തിൽ വെക്കുന്നില്ലെന്നുള്ളതാണ്. So when we are saying that we are not in the flesh, that means we are not setting our mind on the things of the flesh. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് യാക്കോബോസ്ലം പറയുന്നത് 1-ാം അധ്യായത്തില് In James chapter 1, we read about being tempted. അവിടെ ഇങ്ങനെ വായിക്കുന്ന, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകും, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. Verse 13 onwards, let no one say when he is tempted, I am being tempted by God, for God cannot be tempted by evil, and he himself does not tempt anyone. But each one is tempted when he is carried away and enticed by his own lust. Then when lust has conceived, it gives birth to sin, and when sin is accomplished, it brings forth death. നമ്മള് ഇപ്പം റോമർ 7:5 വായിച്ച, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോകുന്നു എന്നാണ്. In Romans chapter 7, verse 5, we read like this, for while we were in the flesh, the sinful passions which were aroused by the law were at work in our members of our body to bear fruit for death. നമ്മുടെ മനസ്സ് ജഡത്തിൽ വെച്ചിരുന്നപ്പോഴാണ് മരണത്തിന് ഫലം കായ്ക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ആയിത്തീർന്നത്. When our mind was set on the flesh, then we were living a life which were bringing fruits of death. യാക്കോബോസ്ലം ഇവിടെ 1:14 പറയുന്ന, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. James 1:14, it says that each one is tempted when he is carried away and enticed by his own lust. നമ്മുടെ ജഡത്തില് ആണ് ഈ മോഹങ്ങളെല്ലാം വസിക്കുന്നത്. All these desires are dwelling in our flesh. ഈ മോഹം എങ്ങനെ ഗർഭം ധരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് ജഡത്തിലുള്ള മോഹങ്ങളിൽ വെക്കുമ്പോഴാണ്. So what does it mean when it says lust has conceived, or what do we say that the conception is happening is that when we keep or set our mind on these desires.
അതുകൊണ്ടാണ് റോമർ 13 അവസാന വാക്യം നമ്മൾ വായിച്ച മോഹങ്ങൾ ജനിക്കുമാറും ജഡത്തിനായി ചിന്തിക്കരുത്. That is what we read in Romans chapter 13, verse 14, that we should not make any provision for the flesh. നമ്മുടെ മനസ്സ് ജഡത്തിൽ വെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന രണ്ടുപേര് ഒന്നിച്ചു ചേർന്ന്, ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേർന്ന് ഒരു ഗർഭധാരണം നടക്കുന്ന പോലെ. So when we set our mind on the desire of the flesh, it is equivalent to a man and woman coming together, and then sin is born. അതേസമയം നമ്മുടെ മനസ്സ് ആത്മാവിൽ വെക്കുകയാണെങ്കിൽ, but if we set our mind on the spirit, അവിടെ ഒരു ഗർഭധാരണം നടക്കുന്നുണ്ട്. there also a conception takes place. പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന ശിശു എന്ന് പറയുന്നത് നിത്യജീവനാണ്. And the child which comes forth from that conception is eternal life. ജഡത്തിൽ നിന്നുണ്ടാകുന്നത് മരണമാണ്. And the child which comes from desires and the flesh coming together, it is death. നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം അതുകൊണ്ട് നമ്മളോട് പറയുന്നത് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമെന്ന്. That is why after being born again, it has been told to us that by the Spirit we have to put to death the deeds of the body. നമുക്കറിയാം, ഗർഭധാരണം നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും യോജിക്കണം. We know that for a conception to take place, two people have to join together. ഒരാൾ വിസമ്മതിച്ചാൽ ഗർഭധാരണം നടക്കത്തില്ല. If one is not agreeing, that conception will not happen over there. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എപ്പോഴും പാപത്തിനും അശുദ്ധിക്കും എതിരാ. The spirit which is inside of us is always against sin and unholy things. പക്ഷെ നമ്മുടെ പഴയ മനുഷ്യൻ പാപത്തിന് അനുകൂലമാണ്. But our old man, it likes sin. നമുക്ക് വീണ്ടും ജനിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനെ ദൈവം തരുന്നുണ്ട്. When we are born again, the Lord is giving us a new man inside of us. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തില് In Colossians chapter 3, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. we read like this, അതിന്റെ 9-10 വാക്യങ്ങളിൽ, verse 9 and 10. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. Since you laid aside the old self with its evil practices and have put on the new self who is being renewed to a true knowledge and according to the image of the one who created him. ഈ പുതിയ മനുഷ്യൻ എപ്പോഴും ആത്മാവിൽ മനസ്സ് വെക്കുകയും അവന്റെ ഭക്ഷണം ദൈവത്തിന്റെ വചനമാണ്. The new man, he always sets his mind on the spirit and his food is the word of God. അതുകൊണ്ടാണ് 1 പത്രോസ് 2:2 നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവത്തിനൊന്നും മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. That is why in 1 Peter chapter 2 verse 2 we read like this, like newborn babies long for the pure milk of the word. പക്ഷെ നമ്മള് വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് ജഡത്തിൽ വെക്കുകയും പാപത്തിലാണ് നമ്മൾ രസിച്ചിരുന്നത്. Before we were born again, we had set our mind on the flesh and we used to enjoy committing sin. നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്ന ഒരു അനുഗ്രഹം ദൈവഭയമാണ്. The first blessing which we receive once we are born again is the fear of God. വീണ്ടും ജനിച്ച എല്ലാവർക്കും അറിയാം, അവരുടെ വീണ്ടും ജനനത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ, ആരംഭ നാളുകളിൽ ഒരു പാപത്തെ വെറുക്കുന്നവരായിരുന്നു. We all, those who are born again, know very well that at the initial days of our life when we were born again, we hated sin. അതിനു മുമ്പ് നമ്മൾ പാപത്തെ രസിച്ചവരാണെങ്കിലും വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മൾ പാപത്തെ വെറുക്കുന്നവരായി തീരും. Although before we used to enjoy doing sin, but once we were born again, we started hating sin. പിന്നീട് സാവകാശം പലപ്പോഴും നമ്മൾ വായിച്ചതുപോലെ ആ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പാപത്തിലേക്ക് മടങ്ങുന്നത്. But gradually, as we read, that we lose that simple and pure devotion to Christ and then we fall into sin. നമ്മളെ ഒരു നിർമ്മല കന്യയായിട്ട് ഏൽപ്പിക്കാനായിട്ടാണ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. We have been engaged by, as Paul says, to present us as a pure virgin to the Lord. അങ്ങനെ നമ്മളെ വീണ്ടും ജനിച്ചപ്പോൾ നമുക്കുണ്ടായിരുന്ന ചില നന്മകളെ കുറിച്ച് യിരെമ്യാ പ്രവചനം 2:2 നമ്മൾ വായിക്കുന്നുണ്ട്. And we can read in Jeremiah chapter 2 verse 2 about some good qualities which we got when we were born again. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു,
We read like this. നീ ചെന്ന് യെരൂശലേം കേൾക്ക വിളിച്ചു പറയേണ്ടത് യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. Go and proclaim in the ears of Jerusalem, saying, Thus says the Lord, I remember concerning you the devotion of your youth, the love of your betrothals, your following after me in the wilderness. അപ്പം യഥാർത്ഥത്തിൽ കർത്താവിനോട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു കന്യകയ്ക്ക് ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഭക്തിയും സ്നേഹവും. The two qualities which a virgin who is really engaged to the Lord is that virgin will have love and commitment. അതിൽ ഭക്തി എന്ന് പറയുമ്പം നമ്മള് സാദൃശ്യവാക്യം 8:13 ഇങ്ങനെ വായിക്കുന്നു. We read like this in Proverbs chapter 8 verse 13. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. The fear of the Lord is to hate evil, pride and arrogance, and the evil way and the perverted mouth I hate. അപ്പം ആ വിവാഹം നിശ്ചയിച്ച നാളുള്ള ഭക്തിയില് നമ്മളാണെങ്കിൽ നമ്മൾ പാപത്തെ വെറുക്കും. So if we are in the fear of the Lord at the time of our engagement, then we will really hate sin. ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. Here there are many things mentioned over here, that is to hate evil, pride, arrogance, and the evil way and the perverted mouth. I hate all these things. ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ In the book of Revelation chapter 2, അവിടെ എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 4-ാമത്തെ വാക്യത്തില് we see in chapter 2 verse 4, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. I have this against you, that you have left your first love. ഒന്നാമത്തെ കാര്യം ദൈവത്തോടുള്ള ഭക്തി, ഭയം നഷ്ടപ്പെടുന്നു. രണ്ടാമത്തേത് ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നു. The first thing is that we lose the fear of the Lord, and the second thing is that we lose the love for the Lord. മത്തായി 24-ാം അധ്യായത്തിലെ Matthew chapter 24 അതിന്റെ 12-ാമത്തെ വാക്യത്തിലെ verse 12, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. because lawlessness is increased, most people's love will grow cold. അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താന്ന് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. In 1 John chapter 3 verse 4, we see what is lawlessness. പാപം ചെയ്യുന്നവൻ അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. Everyone who practices sin also practices lawlessness, and sin is lawlessness. ഇവിടെ നമ്മൾ മത്തായി 24:12 വായിച്ചത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. In Matthew chapter 24 verse 12, we read like this, because lawlessness is increased, most people's love will grow cold. നമ്മളെ വിളിച്ചത് പാപത്തെ ജയിക്കാനാണ്. We have been called to overcome sin. നമ്മള് ആരംഭ സമയത്ത് നമ്മുടെ പാഷൻ അതായിരുന്നു, പാപം ചെയ്യാതെ ജീവിക്കണം. In the beginning of our days with the Lord, this was our passion, that we should live, without committing sin. ഒന്ന് കോപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെടും. നമ്മൾ ചെന്ന് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം തിരികെ വരുകയുള്ളായിരുന്നു. If we got angry with somebody, we immediately lose our joy, and then only if we go and apologize and do the restitution, then only we get that joy back. തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഒരാകാത്ത വാക്ക് പറഞ്ഞാൽ, തെറ്റായ ഒരു ചിന്തയുണ്ടായാൽ, പാപത്തോടൊരു താല്പര്യം ഉണ്ടായാലെല്ലാം അന്ന് നമ്മൾ നിലവിളിക്കുകയും കരയുകയും ചെയ്യുമായിരുന്നു. If we had spoken some word which we should not have spoken, or if a thought which came which is sinful, or of all these things happened, we would mourn. ഒരു കന്യകയുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. I'm telling about the specialities of a virgin.
ഒരു വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യക, a virgin who is engaged to a person. എപ്പോഴും ക്രിസ്തുജീവിതത്തിന്റെ തുടക്കം ആ ഒരു നിർമ്മലീകരണത്തിലാണ്. Always the beginning of the Christian life is with that sanctification. ഈ പാപം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എബ്രായത്തിൽ വായിക്കുന്നുണ്ട്, പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. We read about one thing in the book of Hebrews, that we should not be hardened by the deceitfulness of sin. 3-ാം അധ്യായം Chapter 3, 13-ാം വാക്യം. verse 13. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. Encourage one another day after day, as long as it is still called today, so that none of you will be hardened by the deceitfulness of sin. നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും നമ്മൾ പാപത്തെ നിസാരവൽക്കരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെടാൻ തുടങ്ങും. If we take casually sin in somewhere in our heart, then that part becomes hardened. തുടർന്ന് നമ്മുടെ ചിന്തകളിൽ വരുന്ന പാപത്തെ നമ്മൾ അന്നേരം തന്നെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം കൂടുതൽ കഠിനപ്പെടും. And following, if that becomes a thought in our mind, and immediately if we are not forsaking and asking God forgiveness, then that hardness will become even more. ഒരു നിർമ്മല കന്യക തന്റെ പാപത്തെ അന്നേരം തന്നെ കൈകാര്യം ചെയ്യും. A pure virgin will deal with sin immediately. ഒരു സഹോദരനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard about a brother. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നമ്മുടെ ഈ കാസറ്റ്സ് ഉള്ള കാലങ്ങളാണ്. കാസറ്റ്. It is many years back. In that time, we used to have these cassette tapes. ഈ കാസറ്റ് പ്ലെയർ വളരെ അപൂർവമാണ്. And that time, these cassette players were very rare. സഹോദരന് തന്റെ ഒരു കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് ഒരു പ്ലെയർ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് കേട്ടൊക്കെ തീർന്നതിന് ശേഷം തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പോവാ. And this brother, he is borrowing this cassette player from someone else, and he is listening, and then he is going back to return that cassette player. അപ്പൊ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, നിനക്ക് കാസറ്റ് പ്ലെയർ ഒക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. And then one other friend asked this brother, "Oh, you are having a cassette player?" പുള്ളി ഒരു തലയാട്ടി അങ്ങ് പോയി. He just nodded his head and walked. പക്ഷേ പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല. But he couldn't bear that guilt. ഒരു വ്യാജ, പുള്ളി വായെടുത്ത് സംസാരിച്ചില്ല, പക്ഷെ ഒരു വ്യാജ ഭാവമാണ് കാണിച്ചത്. He didn't open his mouth and say anything, but there was a pretense. ഈ പ്ലെയർ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് ഈ സഹോദരൻ ആളെ തപ്പിപ്പിടിച്ചെന്ന് ക്ഷമ പറഞ്ഞു. This brother returned that cassette player and came back, and he searched and found out that friend of his, and then he apologized. എന്റേതല്ലായിരുന്നു, എന്റെ സുഹൃത്തിൻ്റെതാണ്, ഞാനത് കടം മേടിച്ചുകൊണ്ട് കേട്ടതാണ്. It was not mine, it was one of my friends. I borrowed it to listen, and I was going back to return it. ഒരു നിർമ്മല കന്യകയുടെ മനോഭാവം എപ്പോഴും അങ്ങനെ ആയിരിക്കും. This will be the speciality of a pure virgin. ഒരു വ്യാജഭാവം കാണിച്ചാൽ, ആകാത്തൊരു വാക്ക് പറഞ്ഞാൽ, ആകാത്തൊരു ചിന്തയ്ക്ക് ഇടകൊടുത്താൽ, അത് ഏറ്റുപറഞ്ഞൊരു പരിഹാരം വരുന്നിടം വരെ അവന്റെ ഉള്ളിൽ സ്വസ്ഥത കാണത്തില്ല. If there was a pretense, if there was a word which should not have spoken, he spoke, and if there is a thought which came which is not good, unless he apologizes or sets right, there will not be peace in his heart. ഒരു നിർമ്മല കന്യക തന്റെ പാപങ്ങളെ അന്നേരം തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. A pure virgin always will confess and forsake the sins. അത് ചിന്തയിൽ വന്നതാണേലും, സംസാരത്തിൽ വന്നതാണേലും, മനോഭാവങ്ങളിൽ വന്നതാണെങ്കിലും, whether it came in the mind or by words or in the attitude. അങ്ങനെ ചെയ്യാതിരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയം കഠിനപ്പെടും. If we are not setting things right like that, immediately our heart will become hardened. വെളിപ്പാട് പുസ്തകത്തിലെ 2:4 നമ്മൾ വായിച്ചിടത്ത് അതിന്റെ പരിഹാരം ദൈവം പറഞ്ഞിട്ടുണ്ട്. In Revelation chapter 2 verse 4, what we read, the Lord is also giving the solution to that. അതിന്റെ 5-ാമത്തെ വാക്യം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക.
remember from where you have fallen and repent and do the deeds you did at first. ആദ്യത്തെ പ്രവൃത്തി എന്തായിരുന്നു? What was the first deeds? ആഗ്രഹം മുഴുവൻ പാപം ചെയ്തെന്നാണ്. The full desire is that not to commit sin. അബദ്ധവശാൽ ഒരു പാപം ചെയ്തു പോയാൽ, But accidentally, if a sin is committed, അന്നേരം തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് പരിഹാരം വരുത്തും. immediately it will be confessed and forsaken and restitution will be done. അങ്ങനെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം കഠിനപ്പെടും. When we are not confessing and forsaking and setting things right, what happens is that our heart becomes hardened. പാപത്തെ തിരിച്ചറിയാനുള്ള നമ്മുടെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. The sensitivity which we are having to identify sin, we start losing it. അത് കൂടുതൽ പാപത്തിലേക്ക് നമ്മളെ നയിക്കും. And that will lead us to commit even more sins. അതിന്റെ അനന്തരഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു മനോഭാവം വെളിപ്പാട് പുസ്തകം 3:17-18 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. And thereafter, the what we will become, or the after effects of this, it is mentioned in Revelation chapter 3, verse 17 and 18. ഞാൻ ധനവാൻ സമ്പന്നായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും അറിയാതിരിക്കിയാൽ നീ സമ്പന്നാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നയുടെ ലജ്ജ വെടിപാതോണം ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതാൻ ലേവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. Because you say, I am rich and I have become wealthy and I have need of nothing, and you do not know that you are wretched and miserable and poor and blind and naked, I advise you to buy from me gold refined by fire, so that you may become rich, and white garments, so that you may clothe yourself, and that the shame of your nakedness will not be revealed, and eye salve to anoint your eyes, so that you may see. നമ്മുടെ ആന്തരിക കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ അവസ്ഥ അറിയാൻ കഴിയത്തില്ല. If we lose the sight of our spiritual eye, then we will not know the reality of our life. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ തോന്നുന്ന കാര്യങ്ങളാണ് 17 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. And then those things mentioned in verse 17 is what we will think about ourselves. ഞാൻ ധനവാൻ, I am rich, സമ്പന്നനായിരിക്കുന്നു, I have become wealthy. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം മത്തായി 5:3 ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാ പറഞ്ഞത്. But Lord Jesus told in Matthew chapter 5 verse 3 that blessed are the poor in heart. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തനിക്ക് തന്നെ കുറിച്ച് തന്നെയുള്ള ചിന്ത, ഞാനൊരു അരിഷ്ടനാണ്, എങ്ങും എത്താത്തൊരു മനുഷ്യനാണ്, എനിക്കിനി ഒത്തിരി ദൂരം പോകാനുണ്ടെന്നുള്ളൊരു ചിന്തയായിരിക്കും. The person who is poor in spirit, his thoughts will be always like, Lord, I am a wretched person, I have not reached anywhere, there is a long journey in front of me which I have to walk. ഞാൻ കാഴ്ച നഷ്ടപ്പെടുമ്പം ഒരാൾക്ക് തോന്നുന്നത് എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. But when a person loses his spiritual vision, he thinks that I have no problem. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, whatever I am doing is right. മറ്റുള്ളവർക്ക് അത് തെറ്റുപറ്റുന്നതെന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. And he always thinks that the other person is wrong. അതിന്റെ കാരണം അവന്റെ ആന്തരിക കണ്ണിന്റെ, ഹൃദയത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. And the reason why he thinks like that is that he has lost the vision of his spiritual eye or the eyes of his heart. അതിന്റെ കാരണം പാപത്തോട് അവൻ കളിക്കാൻ, ലഘുവായിട്ട് പാപത്തെ എടുക്കാൻ തുടങ്ങി. And the reason why he's losing the spiritual vision is that he was very casual or took lightly about the sins in his life. 2 പത്രോസ് 1-ാം in 2 Peter chapter 1, അതിന്റെ 8-9 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. verse 8-9 we read like this. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവന് ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. For if these qualities are yours and increasing, they render you neither useless nor unfruitful in the true knowledge of our Lord Jesus Christ. For he who lacks these qualities is blind or short-sighted, having forgotten his purification from his former sins. ഒരു നിർമ്മല കന്യയോടുള്ള ബന്ധത്തിൽ അതിന്റെ 5, 6, 7 വാക്യങ്ങൾ വളരെ പ്രധാനമാണ്. അവൾ ചെയ്യുന്ന ഒരു കാര്യം,
ഉം. In relation to a അഞ്ചാം pure വാക്യം virgin, verses 5, 6, and 7 are most important. അവൾ ചെയ്യുന്ന കാര്യങ്ങള് സകല ഉത്സാഹവും കഴിച്ച് അവളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയും സ്നേഹവും കൂട്ടിക്കൊണ്ടേയിരിക്കും. And അഞ്ചു in പേരുള്ള applying വാക്യങ്ങൾ. all diligence, in your faith supply moral excellence, and in your moral excellence knowledge, and in your knowledge self-control, and in your self-control perseverance, and in your perseverance godliness, and in your godliness brotherly kindness, and in your brotherly kindness love. എന്ന് പറഞ്ഞാല് ഒരു ശരീരമായിട്ട് പണിയപ്പെട്ടുകൊണ്ടേയിരിക്കും. Which means, in short, it will be built together as a body. നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ പോലെ ആയിരിക്കും. If we are having the spiritual vision of our eyes very clear, then we'll be telling about ourselves just as what Apostle Paul told. അപ്പോസ്തലൻ തന്റെ ജീവിത അന്ത്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാ ഞാൻ. Apostle Paul, to the end of his life, he was telling like this, that I am the least among the saints. പക്ഷെ സമ്പന്നനെന്ന് ചിന്തിക്കുന്ന, കണ്ണിന്റെ കാഴ്ചപ്പെട്ട ഒരാൾ ചിന്തിക്കുന്ന മറ്റുള്ള എല്ലാവരെക്കാളും ഞാനാണ് മിടുക്കൻ. But a person who is wealthy and who has lost the spiritual vision thinks that I am best, or the foremost than all the others. ആത്മാവിൽ ദരിദ്രനായ ഒരാള് തിരുത്തലുകളും ശാസനകളും ശിക്ഷണങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരാളായിരിക്കും. A person who is poor in spirit, he will accept rebuke and correction, and whenever tells him what is wrong in his life. എപ്പോഴൊക്കെ നമ്മള് തിരുത്തലുകളോട് അത് സ്വീകരിക്കുന്നതിന് വിമുഖതയുള്ളവരായിരിക്കുന്നോ, അതൊരു അപകട സൂചനയാണ് നൽകുന്നത്. Whenever we are reluctant to take correction in our life, it is a danger sign in our life. ശാസിക്കുമ്പോൾ മുഷിയുന്നുണ്ടെങ്കിൽ നമ്മൾ അപകടത്തിലാണ് നിൽക്കുന്നതെന്ന് അത് കാണിക്കുന്നു. If we are wearied when we are being rebuked, it shows that we are in a very dangerous plane. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ഒരു നിർമ്മല കന്യക ഈ ഗുണങ്ങളിലൊക്കെ വർദ്ധിച്ചു വരുന്നോളായിരിക്കും. In relation to our Christian life, a pure virgin will be increasing in these qualities. നമുക്ക് അങ്ങനത്തെ ഒരു ആന്തരിക മനോഭാവം ഇല്ലെങ്കിൽ അത് കാണിക്കുന്നേ നമ്മള് നിർമ്മലത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. If you're not having that inner attitude towards this, it is showing that we have lost that simple and pure devotion. ഒരു ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഈ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ കാണാം. Dear brothers and sisters, as we are sitting together in this evening time, just as Apostle James told, let us see ourselves in the light or in the mirror of the word of God. അവിടെ നമ്മൾ ഒളിച്ചോടാനായിട്ട് പാടില്ല. We should not run away from the truth. ദൈവം എപ്പോഴും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, അപ്പോസ്തലനോട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. What always God desires about us is, as Apostle Paul said, that I am burning within with a godly jealousy for you. നിങ്ങളെ ഒരു നിർമ്മല കന്യകയായിട്ട് എനിക്ക് കർത്താവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. I want to present you as a pure virgin to the Lord Jesus Christ. കറാച്ചുളുക്കം വാട്ടം മാലിന്യം ഒന്നും ഇല്ലാതെ തേജസ്സോടെ നിങ്ങളെ കർത്താവിന് മുമ്പിൽ നിർത്തണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് അപ്പോസ്തലൻ പറഞ്ഞത്. Apostle Paul says that, my desire is that I should present you in front of the Lord Jesus without any spot, blemish, wrinkle, or dirt. യാക്കോബ് അപ്പോസ്തലൻ 4-ാമത്തെ അധ്യായത്തിലെ James chapter 4, അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. verse 4, he says like this: വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനായി ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. You adulteresses, do you not know that friendship with the world is hostility towards God? Therefore, whoever wishes to be a friend of the world makes himself an enemy of God. ലോകത്തിന്റെ സ്നേഹിതനായിരിക്കാന്ന് പറഞ്ഞാൽ ലോകത്തു നിന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ 1 യോഹന്നാനിൽ 2-ാം അധ്യായത്തിൽ ചിന്തിച്ചിരുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. When we say that we are friendly with the world, which means the things of the world, that is what we read, that the 1 John chapter 4 chapter 2
chapter 1 John chapter 2, the 16, lust of the 14, flesh, the lust of the eyes, and the pride of life. ഇവിടെ പറയുന്നത് ജഡമോഹം. The lust of the flesh. നമ്മള് ഒരു കാലത്ത് ആ ജഡമോഹത്തിൽ നടന്നവരാ. Once upon a time, we walked in the lust of the flesh. ജഡമോഹം എന്ന് പറഞ്ഞ നമ്മൾ പലപ്പോഴും നമ്മൾ ആന്തരികമായിട്ട് ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോവാറുണ്ട്. Many a time we are not able to identify, spiritually about these things. We are being led astray. 1 Corinthians 3-ാം അധ്യായത്തില് 1 Corinthians chapter 3, അതിന്റെ 3-ാം വാക്യം, verse 3. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കം ഇരിക്കാൻ നിങ്ങൾ ജഡീയന്മാരും ശേഷം മനുഷ്യപ്പുറം നടക്കുന്നവരല്ലയോ? For since there is jealousy and strife among you, are you not fleshly, and are you not walking like mere men? നമ്മളോട് പറയുന്നത് നമ്മൾ ഒരു കാലം നമ്മൾ ജഡത്തെ അനുസരിച്ച് നടന്ന് ഇനി അങ്ങനെ നടക്കരുതെന്നാ പറയുന്നത്. It says about us that once we walked according to the flesh, but hereafter we should not walk according to the flesh. നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് ഈർഷ്യയും പിണക്കം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നും ജഡീയന്മാർ അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാ. But in our heart, if there is jealousy and strife to other people, today also we are walking according to the flesh. ഭാര്യ നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും നമ്മൾ പിണങ്ങിയിരിക്കാറുണ്ട്. In our family, often we get we have strife and we keep quiet from one another. ചർച്ചിലും നമുക്കത് കാണാൻ കഴിയും. And we can see that in the church also. പരസ്പരം പിണങ്ങിയിരിക്കുന്നവര്, those who are not talking to each other, അവരെ ജഡികന്മാരെന്നാ വിളിക്കുന്നു. and we can call them as fleshly people. നമുക്കറിയാം, ഈ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ അവിടെ പോയി പ്രസംഗിച്ച ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. പക്ഷേ ഈ ഉപദേശം അവർക്ക് അറിയില്ലായിരുന്നു. In the Corinthians, Apostle Paul, he went there and he established a church, but they did not know the real truths. 1 Corinthians 6-ാം അധ്യായം 9 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 Corinthians chapter 6 verse 9, we read like this. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ആവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. Or do you not know that the unrighteous will not inherit the kingdom of God? Do not be deceived. Neither fornicators, nor idolaters, nor adulteresses, nor effeminate, nor homosexuals, nor thieves, nor the covetous, nor drunkards, nor revilers, nor swindlers will inherit the kingdom of God. ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. All these are the works of the flesh. പക്ഷെ നമ്മൾ വായിക്കുന്ന റോമറേഡിൽ നമ്മൾ വായിച്ചത് നാം ജഡത്തിലായിരുന്നപ്പോൾ, അതിന്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ ജഡത്തിലല്ല. In Romans 7 we read like this, that while we were in the flesh, which means that now we are not in the flesh. ഇപ്പൊ നമ്മൾ പിന്നെ എവിടാ? So where are we now? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തില് Galatians chapter 5, അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ 25-ാമത്തെ വാക്യത്തിൽ verse 25. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുകയും. If we live by the Spirit, let us also walk by the Spirit. ഒരിക്കലും നമ്മള് ജഡത്തെ അനുസരിച്ച് നടന്നു 25-ാം വാക്യത്തിൽ 24-ാം വാക്യത്തിൽ പറയുന്ന 5-24 ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. Verse 24, the verse just before says that now those who belong to Christ Jesus have crucified the flesh with its passions and desires. ജഡം ഇന്ന് നമ്മുടെ ശത്രുവാണോ മിത്രമാണോ? Flesh, is it our friend or our enemy? ഈ ജഡത്തിന്റെ മോഹങ്ങൾ എപ്പോഴും നമ്മുടെ ആത്മാവിനോടാ പോരാടുന്നത്. Always the desire of the flesh is waging war against our spirit. നമുക്കറിയാം, ഏദനില് സാത്താൻ ചെയ്തൊരു കാര്യം, തന്നെ പുറത്താക്കിയ ഏദനില് ആദവും ജീവിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ നിർബന്ധത്തിൽ അവരെ വഞ്ചിച്ചിട്ട് ദൈവത്വം ലംഘിപ്പിച്ച് ഏദനിൽ നിന്ന് പുറത്താക്കുക ചെയ്തു. We know what happened in the Garden of Eden is that Satan had this intention that the Garden of Eden where I was,
before, this Adam and Eve should not dwell. And that is why he deceived them and made them to be cast out of Garden of Eden. ഈ ജഡത്തിന്റെ അധിപതി പിശാച. The owner of the flesh is Satan. വീണ്ടും ജനിച്ച ഒരു ദൈവത്തിനെ നേരിട്ട് അവൻ ആക്രമിക്കാൻ കഴിയത്തില്ല. A person who is born again, Satan cannot directly attack him. അവനെ ജഡമെന്ന ഏജന്റിനെ ഉപയോഗിക്കുന്നത്. And he uses the agent, that is the flesh. ജഡമോഹങ്ങൾ, the desires of the flesh. അത് നമ്മുടെ ആത്മാവിനോടാ പോരാടുന്നത്. And that is waging war against our spirit. അതിന്റെ ഉദ്ദേശം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. And the sole purpose of that is to destroy our spirit. യഥാർത്ഥ വീണ്ടുജനം പ്രാപിച്ച എല്ലാ ദൈവമക്കൾക്കും അറിയാം, ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം നഷ്ടപ്പെടും. Those who are really genuinely born again, they know that when they do or commit a single sin, that they lose the joy. അതവരുടെ പ്രവൃത്തി വേണമെന്നില്ല, ചിന്തയെ മതി. It doesn't mean that they should commit something with their body, but when a thought comes into their mind, that itself is enough for them to lose their peace and joy. അവൻ കർത്താവിന്റെ അടുക്കൽ ചെന്ന് അനുദപിച്ച് ദുഃഖിച്ച് കർത്താവിനോട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോഴേ അവൻ ആ സന്തോഷം തിരികെ വരത്തുള്ളൂ. Only when he or she goes to the Lord and confesses and mourns or cries to the Lord and do the restitution, then only he will receive that joy back in him. ഒരു നിർമ്മല കന്യകയ്ക്ക് പാപം എന്ന് പറയുന്നത് കണ്ണിനുള്ളിൽ ഒരു കരട് പോയ പോലെ. For a pure virgin, sin is like a dirt which is going into our eye. അത് കോപമാകട്ടെ, മോഹമാകട്ടെ, പരാതിയാകട്ടെ, പിറുപിറുപ്പാകട്ടെ, കയ്പാകട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ. Let it be anger, let it be desire, let it be, any kind of sin. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ കണ്ണിനുണ്ടാകുന്ന അസ്വസ്ഥത എപ്പോഴും ആത്മാവിൽ അവന്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. Unless and until he goes and confesses that to the Lord and get cleansed by his blood, it will be like an irritation, a dirt in the eye. സഹോദരന്മാരെ, നമ്മളൊരു നിർമ്മല കന്യകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു മനോഭാവം എപ്പോഴും ഉണ്ടാവും. Dear brothers and sisters, if we are a pure virgin, we will always have that attitude in us. നമുക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നമ്മള് കർത്താവിൽ നിന്ന് അന്യപ്പെട്ടു പോയി. If we are not having that great sensitivity in us, then we are led astray from the Lord. അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. We need not be discouraged. ഇത് അറിയുമ്പോൾ നമുക്ക് കർത്താവിലേക്ക് മടങ്ങി വരാനുള്ള അവകാശം ദൈവം തന്നിട്ടുണ്ട്. God has given us this provision that when we realize the real truth about us, we can come back to the Lord. യാക്കോബ് 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ James chapter 4, 8-ാം വാക്യത്തിൽ 8 വാക്യങ്ങൾ, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധി താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. Draw near to God, and he will draw near to you. Cleanse your hands, you sinners, and purify your hearts, you double-minded. Be miserable and mourn and weep. Let your laughter be turned into mourning and your joy to gloom. Humble yourself in the presence of the Lord, and he will exalt you. നമുക്കിങ്ങനെ അവിടെ തുടങ്ങുന്ന ഇങ്ങനെയാണ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. It begins like this: draw near to God. നമ്മളെ ദൈവത്തെ തമ്മിൽ അന്യപ്പെടുത്തുന്ന കാര്യം പാപമാണ്. The thing which separates us and God is sin. നമ്മൾ മാനസാന്തരപ്പെട്ട് അനുതാപത്തോടെ, ദുഃഖത്തോടെ, കരച്ചിലോടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ അടുത്തേക്കും അടുത്ത് വരും. When we repent and when we confess to the Lord with weeping and mourning and tell to the Lord will also come near to us. പക്ഷെ പലരും പറയാറുണ്ട്, ഞാൻ ദൈവമായിട്ട് തീർത്തോളാം. Many people say like this, that I will deal this with God. പക്ഷേ ദൈവം തീർക്കാൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് മാത്രമല്ല. നമ്മളെപ്പോഴും എല്ലാ പാപങ്ങളും ഒന്നാമത് ദൈവത്തോട് ഏറ്റു പറയണം, രണ്ടാമത് നമ്മൾ അത് കമ്മിറ്റ് ചെയ്ത സർക്കിളിനുള്ളിലും ഏറ്റു പറയണം. But God doesn't say that you have to come to me only, but there is always two things that we have to of course go to God and confess, but we also have to do restitution in the circle in which we have committed that sin.
പക്ഷെ പലപ്പോഴും ഈ രണ്ടാമത്തെ കാര്യത്തിന് നമ്മള് നിഗളികളായോണ്ട് നമ്മളത് ചെയ്യാറില്ല. But many a times, because we are very proud people, we only deal with God and we do not deal with the second area, that is the sin in which, the circle in which that sin was committed. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട് യാതൊരു അശുദ്ധിനും അതിനുള്ളിൽ കടക്കത്തില്ല. We know in the book of Revelation it says that no unholy person will enter. നമ്മളെ അശുദ്ധരാക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. And we see in the Gospel of Mark chapter 7 about all these unholy things. 20 മുതലുള്ള വാക്യങ്ങളിലെ Verse 20 onwards. അവിടെ ഇങ്ങനെ പറയുന്നത്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അത്ര മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തുനിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നവൻ പറഞ്ഞു. Verse 20 onwards, that which proceeds out of the man, that is what defiles the man. For from within, that out of the heart of men proceed the evil thought, fornication, theft, murder, adultery, sensuality, envy, slander, pride, foolishness. All these evil things proceed from within and defile man. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജഡമെന്ന് പറയുന്നത് നമ്മുടെ മരണം വരെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. One thing what we have to understand is that this thing that is the flesh, it will be with us till the day we die. അതിന്റെ കാരണം ദൈവം നമ്മളെ ശക്തരാക്കാനായിട്ട് അതിനെ അവിടെ വെച്ചിരിക്കുന്നു. And the reason for that is that the Lord has purposely kept it so that he can make us stronger. ഇസ്രായേലിനോട് പറഞ്ഞൊരു കാര്യം, ഈ ജാതികളെല്ലാം ഞാൻ ഒറ്റയടിക്ക് നീക്കി കളയത്തില്ല. ഒന്ന്, നിന്റെ തലമുറകൾ യുദ്ധം അഭ്യസിക്കാനായിട്ടും ആണ് ഞാൻ അവരെ അവിടെ വെച്ചിരിക്കുന്നത്. The Lord told Israelites that I will not at once wipe away all your enemies, but slowly, one by one, so that your generation, they also will know how to fight. നമ്മുടെ ജഡത്തിലുള്ള ഈ മോഹങ്ങളോട് നമ്മൾ പോരാടി ജയിക്കേണ്ടതാണ്. We have to fight against this desires in our flesh and have to get victory. അതിനുള്ള വഴി എന്താ? What is a way for that? നമ്മള് മനസ്സ് വെക്കാതിരിക്കുക എന്നുള്ള, ജഡത്തിൽ മനസ്സ് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. We should not keep our mind on the desires of the flesh. അത് മാത്രം പോരാ, നമ്മൾ എപ്പോഴും ദൈവ കൽപ്പനയോടുള്ള ബന്ധത്തിൽ രണ്ട് തലത്തിലുള്ള കൽപ്പനകളുണ്ട്. Not only that, in relation to the commandments of God, there is two sides to it always. ഒന്ന്, നമ്മൾ കൽപ്പന ലംഘനത്തിലൂടെ ചെയ്യുന്ന പാപങ്ങൾ. One is the sins which we commit by disobeying his commandments. മറ്റൊന്ന്, നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത്. And second thing is that we are not doing the things which we are commanded to do. ആദ്യത്തേത് ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്നതാണെങ്കിൽ, the first thing, if it is we are doing something which we are told that we should not do. രണ്ടാമത്തേത് നമ്മൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുന്നതാണ്. The second thing is that we are not doing that which has been commanded to us to do. കൊലോസ്യർ 3:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Colossians chapter 3 verse 1, we read like this. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയരത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. Therefore, if you have been raised up with Christ, keep seeking the things above, where Christ is seated at the right hand of God. Set your mind on the things above, not on the things that are on the earth. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജഡത്തിനുള്ളത് ചിന്തിക്കരുത്. So what we have been commanded is that do not think the things of the flesh. പക്ഷേ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. But we have to think about the things of above, heaven. നമ്മള് ജഡത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിലും ഉയരത്തിലുള്ളത് ചിന്തിക്കാതിരിക്കുന്നിടത്ത് നമ്മൾ വീണ്ടും പാപത്തിലാകപ്പെടും. If we are not thinking about the things of the flesh, but at the same time we are not thinking about the things of above, that is heaven, there also we commit sin. മറ്റേ നമ്മളൊരു പകുതി കൽപ്പനയെ അനുസരിക്കുന്നുള്ളൂ. Because we are only obeying half the commandment. ഒരു ഭാഗം മാത്രം അച്ചടിച്ചിരിക്കുന്ന ഒരു നാണയം പോലാണ്. It is just like a coin which is just printed on one side.
നമുക്കറിയാം എഫീസ് ലേഖനത്തിലെ കള്ളനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എഫീസ് ലേഖനത്തിലെ കള്ളനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, Ephesians, അവിടെ കള്ളനോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. in the book of Ephesians, there is one thing which is mentioned about 4:28. Ephesians chapter 4 verse 28. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. He who steals must steal no longer, but rather he must labor, performing with his own hands what is good. ഒരാൾ ആ പകുതി ഭാഗം അനുസരിക്കുകയാണല്ലോ. If that one person is obeying only half of it, എന്ന് പറഞ്ഞാൽ അതിന് കക്കുന്നില്ല, which means that he is not stealing anymore. പക്ഷെ കക്കാതിരുന്നാൽ മാത്രം പോരാ, അവൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് മുട്ടുള്ളവർക്ക് കൊടുക്കണമെന്നാ ദൈവകൽപ്പന. But the word of God says that he should not stop stealing. At the same time, he should perform with his own hands what is good, and so that he will have something to share with another who has need. നമുക്കറിയാം പാപത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ. We know the sin has been divided into two parts. One is sin of commission, and another one is sin of omission. പലതും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ചിലത് നമ്മൾ അവഗണിക്കുമ്പോഴും നമ്മുടെ നിർമ്മലത നഷ്ടപ്പെട്ടു പോകും. Even though we are not doing some things, but if we are neglecting some of the things, we will lose the simple and pure devotion. ഇപ്പം കുടുംബജീവിതമുള്ള ബന്ധത്തിൽ ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നു, ഭാര്യയെ സ്നേഹിപ്പിൻ, അവളോട് കയ്പായിരിക്കരുത്. In relation to family life, husbands has been commanded that you have to love your wife and you should not be embittered against her. പല സഹോദരന്മാരോട് സംസാരിക്കുമ്പം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ പുള്ളിക്കാരോട് ചോദിച്ചു നോക്ക് എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ. When I speak with many brothers, brothers tell like this to me, brother, you can ask my wife to point out if there is any single mistake from my part. ഞാൻ എന്റെ നാവിനെ സൂക്ഷിക്കും. I take care of my tongue. ഇങ്ങനെ ഞാൻ ഒരു തരത്തിലും പുള്ളിക്കാരിയൊക്കെ പ്രകോപനം ഉണ്ടാകുന്നൊന്നും പറയത്തില്ല. I never say anything to my wife which will provoke her. ഞാൻ ചോദിച്ചു, ശരി, അത് ഞാൻ അംഗീകരിക്കുന്നു സഹോദര, എതിർവശത്തോ? I say like that, I say like ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? I say like this to the brother. ക്ഷമിക്കുന്നുണ്ടോ? I say like this to the brother, I agree to it. You are not causing anything which provokes her. But on the other part, are you loving her? കരുണ കാണിക്കുന്നുണ്ടോ? Are you being merciful to her? ദോഷം കണക്കിടാതിരിക്കുന്നുണ്ടോ? Are you not? Is there anything which you are keeping hold against her? സഹോദരിയെ കുറിച്ച് എല്ലാം വിശ്വസിക്കുന്നുണ്ടോ? Are you believing everything about her? എല്ലാം സഹിക്കുന്നുണ്ടോ? Are you persevering everything? എല്ലാം പ്രത്യാശിക്കുന്നുണ്ടോ? Are you having hope in everything about her? 1:13 സ്നേഹത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്, ഒരു വൈകാരിക അനുഭവമല്ല. These are the things which is mentioned in 1 Corinthians chapter 13. ഒരു വൈകാരികമായ അനുഭവത്തെ കുറിച്ചല്ല സ്നേഹം എന്ന് പറയുന്നത്. വികാരപരമായിട്ട് തോന്നുന്ന ഒരു അനുഭൂതിയല്ല സ്നേഹം. Not emotional alone. Not anything emotional. അതിനകത്ത് ആ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. And in that love, that godly love, there are something which consists in that love. ഒന്നാമത്തെ കാര്യം ദീർഘമായി ക്ഷമിക്കുന്നു. The first thing is that it long suffers. ദയ കാണിക്കുന്നു. It shows mercy. ദയ കാണിക്കുമ്പോഴും ഞാൻ വലിയ ആളാന്നുള്ള മട്ടിലല്ല. And when showing mercy also, it is not in such a way that I am something great that I am showing mercy to you. എനിക്ക് ദൈവത്തിൽ നിന്ന് ദയ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത്. I am showing you mercy because I myself have received mercy from God. ഞാൻ ക്ഷമിക്കുന്നത് എന്നോട് ദൈവം ക്ഷമിച്ചുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. I am forgiving, or I am forgiving you because I have been forgiven by God. ഞാൻ ദോഷം കണക്കിടാതിരിക്കുന്നത് ദൈവം എന്റെ ദോഷങ്ങൾ കണക്കിടാത്തതുകൊണ്ടാണ്. I am not holding back anything against you because God is not holding back against me anything. ആ സ്നേഹം ദൈവം എന്റെ ഹൃദയത്തിൽ പകർന്നിട്ടുണ്ട്. റോമൻ 5-ാം അധ്യായം, Romans chapter 5 verse 5, that love has been
given to me in my heart. എന്നിൽ നിന്ന് വരുന്നതല്ലത്. It is not coming from me. അത് ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് പകരുന്നു, ഞാൻ അത് അങ്ങോട്ട് പകരുന്നു. It comes from God and it flows into my heart, and from my heart it flows into you. എനിക്കിവിടെ പ്രശംസിക്കാനോ പുകഴാനോ എന്നെ തന്നെ ഉയർത്താനോ ഒന്നുമില്ല. And there is nothing what I can boast or I can tell big thing about me. ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ളൊരു പ്രശംസയ്ക്കുള്ള അവകാശം എനിക്കില്ല. There is nothing, boastful thing in me that I have done something great for you. അപ്പൊ സഹോദരന്മാരെ, ഞാൻ ഇന്ന് പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഒരു നിർമ്മല കന്യകയുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ്. Dear brothers and sisters, what I was trying to explain to you are the characteristics of a pure virgin. കാരണം 1 Corinthians 11:3 നമ്മൾ വായിച്ചത്, ഞാൻ ക്രിസ്തുവിന്റെ എരിവോടെ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യയെ ഏൽപ്പിപ്പാൻ ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. Because 2 Corinthians chapter 11 verse 2, it says, "For I am jealous for you with a godly jealousy, for I engaged you to one husband, so that to Christ I might present you as a pure virgin." ഞാൻ ഇന്നത്തെ ഈ മീറ്റിംഗിൽ പറയാൻ ശ്രമിച്ച ആ വാക്യം രണ്ടാമത്തെ വാക്യമാണ്. This is the verse, the second verse, what I was trying to explain to you all in this meeting. മൂന്നാമത്തെ വാക്യത്തെ കുറിച്ച് നാളെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I am thinking to speak to you all about third verse number 3 in tomorrow's meeting. അപ്പം ഒരു നിർമ്മല കന്യകയുടെ ഗുണങ്ങള് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. So what was the qualities of a pure virgin, what I was trying to explain to you all? അപ്പൊ നമുക്ക് ഈ രാത്രി നമ്മളെ തന്നെ ശോധന ചെയ്യാം, ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടോ? So tonight let us also evaluate our own life, that are we having these qualities in us? നമ്മൾ 1 Corinthians 7 വായിച്ചതുപോലെ കർത്താവിനുള്ളതാണോ നമ്മൾ ചിന്തിക്കുന്നത്? As we read in 1 Corinthians chapter 7, are we having the thoughts that of the Lord? 34 വാക്യം, Verse 34. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. And the woman who is not married and is a virgin is concerned about the things of the Lord, that she may be holy both in body and spirit. നമ്മുടെ ചിന്തകൾ ഉയരത്തിലുള്ളതാണോ കർത്താവിനുള്ളതാണോ ഉള്ളത്? അതോ ഇന്ന് നമ്മുടെ ചിന്തകളിൽ ജഡത്തിന് നമ്മുടെ സ്ഥാനം കൊടുക്കുന്നുണ്ടോ? Are these thoughts set on the things above, or even today are we giving provision for our thoughts for the things of the flesh? കയ്പിനിട കൊടുക്കുന്നുണ്ടോ? Are we giving a provision for bitterness, വെറുപ്പിന്, for strife, അശുദ്ധിക്ക്, for ലൈംഗികമായ unholiness, അശുദ്ധികൾ, ലൈംഗികമായ അശുദ്ധി ചിന്തകൾക്ക്, sexual sin, ധനമോഹത്തിന്, for love of money, മത്സരവും ശാഠ്യവും, having a competitive spirit? ഇതൊക്കെ നമ്മുടെ നിർമ്മലതയെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളാണ്. All these things are those things that will quench that holy or pure. എഫീസ്യർ 1 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എഫീസ്യർ 1 അധ്യായം, Ephesians chapter 1, we read like this. നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ 4 വാക്യം, Verse 4, in relation to our calling, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. He chose us in him before the foundation of the world, that we would be holy and blameless before him. നമ്മള് 1 യോഹന്നാൻ 3 അധ്യായം 3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 1 John chapter 3 verse 3, we read like this. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. And everyone who has this hope fixed in him purifies himself just as he is pure. നമ്മൾ കർത്താവിനെ പോലെ ആകാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. The Lord has called us to become like him, കർത്താവിന്റെ അതേ സ്വഭാവമുള്ളവര്, to have that same nature of Lord Jesus. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞ ആത്മാവിന്റെ ഫലം കൊണ്ട് നിറഞ്ഞവര്. Or in other words, we can say that we are being people who are filled with the fruits of the Spirit. അതിൽ കുറവുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കേണ്ട ഒരു ആവശ്യമാണ്. So when we see our life falling short of that standard, we need to sanctify ourselves.
കർത്താവ് തന്റെ രക്തത്താലും തന്റെ വചനത്താലും നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട്. The Lord is cleansing us by His blood and by His word, ആത്മാവിനാലും നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട്. and by His Spirit also He is cleansing us. അതേസമയം തന്നെ നമ്മളെ കാണിച്ചു തരുന്ന പാപങ്ങളോടുള്ള ബന്ധത്തിൽ നാം നമ്മെ തന്നെ താഴ്ത്തുകയും അനുദപിക്കുകയും ദുഃഖിക്കുകയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്ത് നമ്മളെ തന്നെ നിർമ്മലീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. At the same time, when we are shown the sins in our life or the sins are exposed to us, there is a need that we need to, repent about it and mourn and weep and, ask for apology to the Lord. ഇങ്ങനെ കറാചുളുക്കം വാട്ടം മാറ്റമൊന്നുമില്ലാതെ നിർമ്മല കന്യകയായി നമ്മളെ തേജസ്സോടെ ദൈവത്തിന് മുമ്പിൽ നിർത്തണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. And this is the will of God, that we should not have any spot, wrinkle, blemish or anything, and we should stand in His presence with great glory. നമ്മുടെ ഉള്ളിലും അതിനായിട്ടൊരു ആർത്തിയുണ്ടോ? Do we have a craving desire to be like that? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ Luke's Gospel chapter 10, അതിന്റെ 53-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Luke 10 അല്ലേ? 53 ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 53. Luke chapter 1 verse 53. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. He has filled the hungry with good things and sent away the rich empty-handed. നമ്മുടെ ഉള്ളില് നമുക്ക് എന്തുമാത്രം ഒരു ദാഹമുണ്ട്. How much of thirst do we have inside of us? യോഹന്നാനിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. In John's Gospel, the Lord told like this: those who are thirsty, let him come, and those who have real desire, let him drink as much as he want. അതുകൊണ്ട് ഈ രാത്രിയില് നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ നമുക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കർത്താവിന്റെ അടുക്കൽ ചെല്ലാം. So tonight, as we are together, even though there is no thirst or hunger, still we can go to the Lord. കാരണം ഇതെല്ലാം ദൈവം തന്നെയാണ് നമുക്ക് തരട്ടെ. Because even this thirst and hunger also should be given by God to us. റോമാലേഖനം Romans അതിന്റെ 11-ാം അധ്യായം chapter 11 36-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. verse 36, we read like this: സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. For from him and through him and to him are all things, to him be the glory forever. നമുക്ക് ദൈവത്തിന്റെ അടുക്കല് വെറും കൈയോടെ ചെന്നിട്ട് പറയാം, കർത്താവ് എനിക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ല, നീ തരണം എനിക്കത്. Let us go to the presence of the Lord with open hands and tell the Lord, Lord, I really do not have such a thirst and hunger for you. Please give me this thirst and hunger. കർത്താവേ, നിന്നെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കണം. Lord, please fill my heart with this desire that I want to become like you. കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. The Lord told in John's Gospel that I will not forsake anyone who comes to me. ഈ രാത്രി അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് നിരാശയ്ക്ക് വകയില്ല. നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും, ഇനി ദാഹവും വിശപ്പും ഇല്ലെങ്കിൽ പോലും നമുക്ക് കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയാം, കർത്താവ് എനിക്ക് ദാഹവും വിശപ്പൊന്നും ഇല്ല, നീ എന്നെ ദാഹമുള്ളവനാക്കി വിശപ്പുള്ളവനാക്കി തീർക്കണം കർത്താവേ എന്ന് നമുക്ക് പറയാം. So dear brothers and sisters, this evening, there is no room for discouragement. Whatever state we are in, even though there is no thirst and hunger in us, we can go and ask the Lord, Lord, I have no thirst and hunger in me. Please fill me with this thirst and hunger. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. I remember one thing which was told to me by a brother many years back. പുള്ളി ചോദിച്ചു, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കരയാറുണ്ടോ? He asked me like this: do you all cry when you pray? പുള്ളി പറഞ്ഞു, എനിക്ക് പ്രാർത്ഥന ഇടയ്ക്ക് വായിക്കോട്ടെ വിടുമ്പോൾ കണ്ണു നിറയുന്നതല്ലാണ്ട് എനിക്ക് കരയാൻ പറ്റുന്നില്ല. He told me like this, that while praying I yawn, and because of yawning tears come in my eyes, otherwise I have no tears. നമുക്ക് ആ അവസ്ഥയിലും കർത്താവിന്റെ അടുക്കൽ ചെല്ലാം. But even in that state also we can go to the Lord. കർത്താവിനോട് പരമാർത്ഥ ഹൃദയത്തിലുള്ളത് പറയാം.
And with an honest, open heart, we can tell the real state to the Lord. കർത്താവേ, ഇതാ എന്റെ അവസ്ഥ. Lord, this is my true state. പക്ഷേ കർത്താവേ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. But Lord, I believe that you can help me. അങ്ങനെ നമുക്ക് സൗരസാരന്മാരെ ഹൃദയമായിട്ട് കർത്താവിനെ അന്വേഷിച്ച് ഒരു നിർമ്മല കന്യകയായിട്ട് കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുന്ന ഒരു ജീവൻ നയിക്കാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. So, dear brothers and sisters, with such honest and open heart, we can go to the Lord and ask the Lord, about our real need, and be in that group of people who have been prepared as a pure virgin, and may the Lord help us. Amen.